മേൽവസ്ത്രമഴിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ SNDPയെയും ശിവഗിരി മഠത്തെയും രൂക്ഷമായി വിമർശിച്ച NSS. മറ്റു സമുദായങ്ങളുടെ കാര്യങ്ങളെ വിമർശിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ എന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ചേർന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ തയ്യാറാണ് ആ റിപ്പോർട്ടിലേക്ക്. സുകുമാരൻ നായരുടെ പ്രസംഗം കൊണ്ടും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു ഇന്നത്തെ മന്നം ജയന്തി ആഘോഷം. 11 വർഷങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല പിണക്കങ്ങൾ മാറി NSS ആസ്ഥാനത്തെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ഘാടകനായി എത്തിയ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് സ്വാഗത പ്രസംഗത്തിൽ സുകുമാരൻ നായർ തന്റെ പ്രസംഗം നടത്തിയത്. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. NSSന്റെ ഒരു പുത്രനാണ്. സംഘടനയിലെ ഒരാൾ എന്നുള്ളതിൽ ഒരു തരത്തിൽ ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാൻ ഒക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. സുകുമാരൻ നായർക്ക് മറുപടി എന്ന നിലയിൽ തന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് താൻ NSSന്റെ വക്താവ് തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസംഗവും. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. സ്വാഗത പ്രസംഗത്തിലാണ് സുകുമാരൻ നായരുടെ വിവാദപരമായ പരാമർശമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ നടന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമി നടത്തിയ പ്രഭാഷണത്തിൽ ചില ക്ഷേത്രങ്ങളിൽ, അതായത് ശ്രീനാരായണ ദർശനങ്ങൾ പിന്തുടരുന്ന ചില ക്ഷേത്രങ്ങളിൽ പോലും ഷർട്ട് ഊരി അകത്ത് കയറുന്ന അനാചാരം തുടരുന്നുണ്ട്. അത് തെറ്റായ കീഴ്വഴക്കമാണത് മാറ്റിമറിക്കണമെന്നുള്ളതായിരുന്നു സച്ചിദാനന്ദ സ്വാമിയുടെ പരാമർശം. എന്നാൽ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം ഹിന്ദുക്കൾക്കാണ് എന്നും മറ്റ് ഇതര സമുദായത്തിൻ്റെ അനാചാരങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാൻ ശിവഗിരി മഠത്തിനോ സച്ചിദാനന്ദ സ്വാമിക്കോ ധൈര്യമുണ്ടോ എന്നും ഇത്തരം കാര്യങ്ങളെ മുഖ്യമന്ത്രിയെപ്പോലുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു എന്നുമാണ് സുകുമാരൻ നായർ തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. ഈ കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഇരിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാൻ NSSന്റെ അഭിപ്രായമാണ്. എന്തായാലും സുകുമാരൻ നായരുടെ ഈ പ്രതികരണം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി സനോജ്, രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ച സ്വീകരണം അടക്കം വളരെ രാഷ്ട്രീയ ചർച്ചകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.